13 ജോഡി ഇരട്ടകൾ SLC പരീക്ഷ എഴുതിയ കോഴിക്കോട് കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിശേഷങ്ങളിലേക്കാണ് ഇനി. 100% വിജയത്തോടൊപ്പം 210 പേർക്ക് ഫുൾ A+ കരസ്ഥമാക്കാനും കഴിഞ്ഞു. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, വലിയ വിജയമാണ്. എങ്ങനെയാണ് അവരത് പങ്കുവയ്ക്കുന്നത്? പറയൂ. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കൊടിയത്തൂരിലെ PTM ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ 877 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. അതിൽ 210 പേർക്ക് ഫുൾ A+ നേടാൻ സാധിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ സ്കൂളിലെ പ്രത്യേകത, അതിൽ 877 പേരിൽ 13 ജോഡി ഇരട്ട വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിരുന്നു എന്നതാണ്. അവരെല്ലാവരും വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ 9 ഇരട്ട ജോഡി വിദ്യാർത്ഥികൾ ചേരുന്നുണ്ട്. അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം, അവരെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ നിന്ന് തുടങ്ങാം. എന്താ പേര്? കൃഷ്ണേന്ദുവിന്റെ കൂടെയുള്ള ആളാ കൃപാനന്ദ്. എങ്ങനെയുണ്ട് റിസൾട്ട്? നല്ല റിസൾട്ടാണ്. സന്തോഷായോ? സന്തോഷം. ഇനി രണ്ടാമത്തെ ജോഡി നമുക്ക് എന്താ പേര്? സൻഹ. എന്താ പേര്? മിൻഹ. റിസൾട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സന്തോഷായോ? ആ ടെൻഷനൊക്കെ മാറിയോ? ഇനി അടുത്ത ആള് എന്താ പേര്? റിഹാൻ. എന്താ സന്തോഷമില്ലാത്ത? ഉഷാറായി നിക്ക്. റിഹാൻ രണ്ടുപേരും അടിപൊളി മാർക്കോട് കൂടി ജയിച്ചിട്ടില്ലേ? ഓക്കെ. ഇനി എന്താ പേര്? ഹാനി. രണ്ടുപേർക്കും ടെൻഷൻ ഉണ്ടായിരുന്നോ? കുറച്ച്. ഇപ്പൊ മാറിയില്ലേ? ഓക്കെ. അടുത്ത ആള് എന്താ പേര്? അജഹദ്. എന്താ ഇത്തവണ 7 A+ വാങ്ങിയിട്ടുണ്ട്, എന്താ അതിനെ കുറിച്ച്? സന്തോഷം. ഇനി ഫുട്ബോൾ മാച്ചൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണോ തീരുമാനം? ഉറപ്പായിട്ടും. സ്പോർട്സ് ആണ് എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. എന്തായാലും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമല്ലോ. എന്താ പേര്? അജുവത്ത്. രണ്ടുപേരും സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി. ഇനി എന്താ പരിപാടി? ഇനി ലക്ഷ്യങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ തന്നെയാണ്. IIT-കളും NIT-കളും ഒക്കെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ. എന്താ പേര്? അഫിയ. എങ്ങനെയാണ് മാർക്ക്? അടിപൊളിയല്ലേ? കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നല്ലോ. കൂടെ കരയാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇരട്ടയായോണ്ടാണോ കരയാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തത്? എന്തായാലും ഞങ്ങൾ കരയല്ലോ. അപ്പൊ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് കരഞ്ഞല്ലേ? സന്തോഷായോ? ഓ, നല്ല സന്തോഷം. അൽഹംദുലില്ലാ. എന്താ പേര്? ലിയ. എന്താ പേര്? സിയ. റിസൾട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അടിപൊളിയായി. സന്തോഷായി. എന്താ പേര്? റിയയുടെ കൂടെയുള്ള ആളുടെ പേരെന്താ? ദിയ. എങ്ങനെയുണ്ട് റിസൾട്ട്? സന്തോഷായോ? ഹാപ്പിയാണ്. എന്നിട്ട് ആ മുഖത്ത് സന്തോഷം കാണാനില്ലല്ലോ. ഇനി നമുക്ക് ഈ 8 ജോഡികളിൽ അവസാനത്തെ ജോഡിയെ പരിചയപ്പെടാം. എന്താ പേര്? ഇപ്പൊ വന്നേ ഉള്ളൂ. ആദ്യത്തെ നമ്മുടെ മുമ്പുള്ള സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ വന്നേ ഉള്ളൂ. എന്താ പേര്? ഹയ ഫാത്തിമ. എന്താ പേര്? ഹന ഫാത്തിമ. എങ്ങനെയുണ്ട് റിസൾട്ട്? എങ്ങനെയുണ്ട്? സന്തോഷായോ? ഇനി എന്താ പരിപാടി? ഇനി പഠിക്കണം. അതിനുള്ള തീരുമാനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ ഈ 8 ജോഡികളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ വലിയ സന്തോഷത്തിലാണ്. അധ്യാപകരും വലിയ സന്തോഷത്തിലാണ്. ഈ PTM ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതും ഏറ്റവും കൂടുതൽ A+ ലഭിച്ച സ്കൂളുകളിൽ ഒന്നുകൂടിയാണ് PTM ഹയർ സെക്കൻഡറി സ്കൂൾ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതിൻ്റെ സന്തോഷത്തിലാണ്. അല്പം മുമ്പാണ് മധുരവിതരണം ഉൾപ്പെടെയുള്ള സന്തോഷം അവർ പങ്കുവെച്ചത്. അധ്യാപകരും അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ്. എന്താണെങ്കിലും സംസ്ഥാനത്ത് തന്നെ മികച്ചൊരു വിജയം നേടാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. അതോടൊപ്പം തന്നെ 13 ഇരട്ട ജോഡി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ചുരുക്കം സ്കൂളുകളിൽ ഒന്ന് കൂടിയായി മാറുകയാണ് കോഴിക്കോട് കൊടിയത്തൂരുള്ള PTM ഹയർ സെക്കൻഡറി സ്കൂൾ. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.